ഇക്ബാൽ അറക്കലുണ്ട് പാലക്കാട് നിന്ന്. ഇക്ബാൽ, പാലക്കാട്ടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ വീടുകളിൽ വിള്ളലുകൾ വന്നു, വീട് താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് വിള്ളലുകൾ വന്നു എന്നാണ് ഒരു കുടുംബം പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്ടെ സാഹചര്യം എങ്ങനെയാണ്? സ്മൃതി, തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ തന്നെ പുലർച്ചെ 3:55-നും 4 മണിക്കും ഇടയിലാണ് പാലക്കാടും ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. പ്രധാനമായും ഇന്നലെ ഈ ഭൂചലനം ഉണ്ടായ തിരുമറ്റക്കോട് പഞ്ചായത്തിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളായ തൃത്താലയിലും ആനക്കരയിലുമാണ് ഇന്ന് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്. പുലർച്ചെ സമയമായതിനാൽ ആളുകളെല്ലാം ഉറങ്ങുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രകമ്പനവും ശബ്ദവുമെല്ലാം വല്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ നാട്ടുകാർ വീടുകളുടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഏതായാലും ഇന്നലെ അനുഭവപ്പെട്ട ആ ഭൂചലനത്തിനേക്കാൾ തീവ്രത വളരെ കുറവായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല 3-4 സെക്കൻഡ് മാത്രമേ ഈ ഭൂചലനത്തിന് ദൈർഘ്യവും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ കാര്യമായ ഒരു നാശനഷ്ടങ്ങളൊന്നും പാലക്കാട് ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ പാലക്കാട് ഈ തിരുമറ്റക്കോട് പറയുന്ന ഭാഗത്തേക്ക് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. തുടർ ഭൂചലനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളൂ എന്നാണ് അറിയിച്ചത്. പക്ഷേ ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു തുടർ ഭൂചലനം ഈ തിരുമറ്റക്കോട് പഞ്ചായത്തിലും അതുപോലെ തന്നെ ആനക്കരയിലും തൃത്താലയിലും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 7 ദിവസം കൃത്യമായ നിരീക്ഷണം ഈ ഭാഗത്ത് നടത്താനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഏതായാലും ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ആളുകൾ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും വലിയ ശബ്ദത്തോടു കൂടി തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതിൽ ആളുകൾ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് സ്മൃതി. ശരി, ജേസൺ ചാമളപ്പിലും ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.